ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വി.എൻ. വാസവന്റെ തിരഞ്ഞെടുപ്പ് പര്യടനം മഞ്ചാടിക്കരി സെന്റ് മൈക്കിൾ CSI പള്ളിയുടെ സമീപത്തു നിന്നും ശനിയാഴ്ച രാവിലെ ആരംഭിച്ചു. സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ കാത്തുനിന്നു. ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ K. കുഞ്ഞച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് V.V. ബിനു നിയോജക മണ്ഡലം പര്യടനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാറ്റങ്ങൾ നേരിട്ട് അനുഭവിച്ച ജനങ്ങളോട് കൂടുതലൊന്നും വിശദമായി പറയുന്നില്ലെന്ന് സ്ഥാനാർത്ഥി വി.എൻ. വാസവൻ പറഞ്ഞു. അതേപോലെ മറ്റു ക്ഷേമ പ്രവർത്തനങ്ങളായിരുന്നാലുമെല്ലാം നമുക്ക് ഏറ്റവും ആശ്വാസകരമായ സാഹചര്യം സംരക്ഷിച്ചുകൊണ്ട് ഗവൺമെൻറ് നടപ്പാക്കുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലും അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. 4200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടപ്പാക്കുകയുണ്ടായി. നിങ്ങൾക്കിപ്പോൾ ഈ ചൂളഭാഗം റോഡ് ഏതാണ്ട് 1.25 കോടി രൂപ മുടക്കിയാണ് മനോഹരമാക്കി BMBC നിലവാരത്തിൽ ചെയ്തു തന്നിരിക്കുന്നത്. അത് ഏറ്റവും അവസാനമായി ചെയ്ത വർക്കുകളിലൊന്നാണ്. അങ്ങനെ ഈ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും BMBC നിലവാരത്തിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. തുടർന്ന് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഭാവി മണ്ഡലത്തിൻ്റെ വികസന വിഷയങ്ങൾ ഒന്നൊന്നായി പരിഹരിക്കാൻ നിങ്ങളുടെ സഹകരണത്തോടെ എൻ്റെ എളിയ കഴിവുകൾ ഭാവിയിൽ വിനിയോഗിക്കും. നേതാക്കളായ ES ബിജു, MS സാനു, ബിനു ബോസ്, ബിന്ദു KR, അജയ് അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ചാടിക്കരിയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി കഴിഞ്ഞ കാലയളവിൽ 2.39 കോടി രൂപയുടെ പദ്ധതികൾ അനുവദിക്കാൻ കഴിഞ്ഞത് സന്തോഷകരമായ കാര്യമാണെന്ന് സ്വീകരണത്തിന് മറുപടിയായി വി.എൻ. വാസവൻ പറഞ്ഞു. പര്യടനത്തിനായി ജീപ്പിലെത്തിയ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ കണിക്കൊന്ന പൂക്കളുമായി വീടുകൾക്ക് മുമ്പിൽ കുട്ടികളും സ്ത്രീകളും കാത്തുനിന്നിരുന്നു.